നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080005. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പെട്ടുമന പാടത്ത് തലയോട്ടിയും അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തി. ഇന്ന് രാവിലെ ട്രാക്ടറുമായി പാടത്ത് പൂട്ടാൻ പോയ തൊഴിലാളികളാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. 1.5 മാസം മുൻപ് കാണാതായ ആളുടേതെന്ന് സംശയിക്കുന്ന ട്രൗസറും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി ഇവയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. തലയോട്ടിയും എല്ലുകളും ചെരുപ്പുകളും പാടത്ത് പലയിടത്തായാണ് കണ്ടെത്തിയത്. തലയോട്ടിയും അസ്ഥികഷ്ണങ്ങളും ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ പരിപാടികൾ 3-ന് ആരംഭിക്കും. വൈകിട്ട് 6:30-ന് ആഘോഷ പരിപാടികൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ചിന്മയ മിഷൻ ആചാര്യസ്വാമിനി സംഹിതാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിവിധ ദിവസങ്ങളിൽ നിറമാല, നാദസ്വരം, സമ്പൂർണ്ണ നെയ്നിറമാല, നൃത്തനൃത്യങ്ങൾ, നവരാത്രി സംഗീതോത്സവം, ശാസ്ത സുവർണമുദ്രയ്ക്കുള്ള മഴമംഗലം സ്മാരക അക്ഷരശ്ലോക മത്സരം, ഭക്തിഗാനമഞ്ജരി, നാടകം, മേള, അരങ്ങേറ്റം എന്നിവയുണ്ടാകും. 10-ന് വൈകിട്ട് പൂജവെപ്പ്, ദുർഗാഷ്ടമി, മഹാനവമി ദിവസങ്ങളായ 11, 12 തീയതികളിൽ എഴുത്തിനിരുത്തൽ ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 7 മുതൽ വൈകിട്ട് വരെ നിരവധി സംഘങ്ങളുടെ തിരുവാതിരകളി ഉണ്ടാകും. മഹാനവമി ദിവസം വൈകിട്ട് വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം ക്ഷേത്ര നടവഴിയിൽ നടക്കും. വിദ്യാരംഭ ദിവസമായ 13-ന് പുലർച്ചെ 4 മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തൽ ആരംഭിക്കും. തിരുവുള്ളക്കാവ് വാര്യത്തെ ശ്രീധൻ വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യമാർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷം വൈകിട്ടും എഴുത്തിനിരുത്തൽ തുടരുമെന്ന് ദേവസ്വം പ്രസിഡന്റ് അരൂർ ദേവനടിതിരിപ്പാട്, സെക്രട്ടറി എ കുമാരൻ, നവരാത്രി ആഘോഷ കമ്മിറ്റി കൺവീനർ എം ഭാസ്കരൻ, പി കെ ദാമോദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. 3-ാം തീയതി വൈകിട്ട് അതിൻ്റെ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നവരാത്രി ആഘോഷത്തിനുള്ള ക്ഷേത്രത്തിലത്തെ മരാമത്ത് പണികളും അതേപോലെ തന്നെ മറ്റു ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ദേവസ്വം പുതിയതായിട്ട് വാങ്ങിച്ച 80ഓളം സെൻറ്റ് സ്ഥലം, ആ സ്ഥലത്താണ് ഇത്തവണ നമ്മുടെ സ്വന്തം സ്ഥലത്താണ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അത് ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി. അത് ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന, അപ്പോൾ ഒരു പ്രധാന പാർക്കിംഗ് വിജയദശമിയുടെ അന്ന് മുഴുവൻ സാധിക്കില്ല, മറ്റുള്ള ദിവസങ്ങളിൽ അതിനുള്ളൊരു ഇത് കഴിഞ്ഞു. ആ ഭൂമി വാങ്ങിക്കുന്നതിൻ്റെ ആദ്യത്തെ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രധാന വഴിയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പാർക്കിംഗ് ഒതുക്കുകയാണ്. മറ്റു വാഹനങ്ങൾക്ക് വരാനും പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വിജയദശമി ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകുളത്തിന് സമീപം പുതിയതായി വാങ്ങിയ ക്ഷേത്രസ്ഥലത്ത് പാർക്കിംഗ് സംവിധാനവും, വിദ്യാരംഭ ദിവസം ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ, ഖാദി പരിസരം,
MK ടിമ്പേഴ്സ്, പൂച്ചനിപ്പാടം ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ സോളാർ പ്ലാന്റും സ്ഥാപിച്ചു. നവരാത്രി ആഘോഷ ക്ഷേത്ര ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. ഇവിടെ ഖാദി, കൈത്തറി, അതേപോലെ ഗവൺമെൻറ് സ്കൂള്, MK ടിമ്പേഴ്സിൻ്റെ പറമ്പ്, പിന്നെ പൂച്ചനിപ്പാടം എന്നീ ക്ഷേത്രത്തിൻ്റെ സ്ഥലം കൂടാതെ ഈ സ്ഥലങ്ങളിലും പതിവ് പോലെ പാർക്കിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. ഈ തവണത്തെ നവരാത്രിക്ക് എന്താണെന്ന് വെച്ചാൽ 10 ദിവസമുണ്ട്. 2 അടച്ചു പൂജയുണ്ട്, 10 ദിവസമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വിജയദശമി സൺഡേ ഹോളിഡേ ആണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ സൗകര്യമാണ്. അപ്പോൾ ഈ വർഷത്തെ ആഘോഷം 3-ാം തീയതി കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട്. ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാം കൊണ്ടും പിന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സോളാർ കണക്ഷൻ ഞങ്ങൾ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും സോളാർ പവറിൻ്റെ കീഴിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുതുമയാർന്ന ഒരു നവരാത്രിയാണ് ഈ കൊല്ലം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നെറ്റിപ്പട്ട നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ പരിശീലന സമാപനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ മുൻ വർഷങ്ങളിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച കുടുംബങ്ങളിലെ 45 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്കാണ് 6 ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലനം തിങ്കളാഴ്ച സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, സജീവൻ, സുനിൽ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സംഗീത്, പ്രവിത എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ പനംകുളം അങ്കനവാടിയിൽ ലൈബ്രറി സമർപ്പിച്ചു. ലൈബ്രറിയുടെ ഉദ്ഘാടനം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PK ഭരതൻ മാസ്റ്റർ നിർവഹിച്ചു. ജനങ്ങളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച ലൈബ്രറികൾ ആരംഭിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ മലർ അംഗൻവാടിയിലാണ് ലൈബ്രറി ആരംഭിച്ചത്. വാർഡംഗം അമ്പിളി അജിത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, സൂപ്പർവൈസർ രേവതി, അംഗൻവാടി വർക്കർ ബിന്ദു, ഹെൽപ്പർ സുജിത എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികൾ ലൈബ്രറിയിലേക്ക് ചടങ്ങിൽ പുസ്തകങ്ങൾ കൈമാറി. ചേർപ്പ് ചേനത്ത് ഇബ്രി സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. 1990-2009 കാലഘട്ടത്തിൽ ഒമാൻ ഇബിരിയിൽ ജോലി ചെയ്തിരുന്നവരുടെ ഒത്തുചേരലിൽ യൂസുഫ് എറിയാട്, ഷംസു വലിയചേനം, ഷെരീഫ് തൃത്താല, ബഷീർ മുടിക്കോട്, നൌഷാദ് മുടിക്കോട്, ബഷീർ വലിയചേനം, നജീബ് വലിയചേനം തുടങ്ങിയവർ പങ്കെടുത്തു. അഹമ്മദ് ഹാജി മുറ്റിജൂര് പറയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കറാമത്ത് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്നും അതേ നിലയ്ക്ക് നിലനിന്ന് പോകുന്നു. മദ്രസയായാലും മറ്റേതായാലും നമ്മൾ പോന്നാലും നമ്മുടെ കാവഴികൾ അതങ്ങനെ നടന്നു പോകുന്നു. അൽഹംദുലില്ലാ അതങ്ങനെ നടക്കട്ടെ. ഖിയാമത്ത് നാളെ നടക്കട്ടെ. അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും മദ്രസകളും മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്നൊക്കെ നമ്മുടെ ഇസ്മായിൽ ഹാജി അതുപോലെയുള്ള നമ്മുടെ എല്ലാവരും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. അവരൊക്കെ അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം നമുക്ക് എല്ലാവരും ഒരുപാട് വർഷത്തിന് ശേഷം 10-20 ഒക്കെ ആയി കാണും. 10-5 വർഷത്തിന് ശേഷം നമ്മളെല്ലാവരും നമ്മളോട് ഒന്ന് ഒരുമിച്ച് കൂടാന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു. എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരൂവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം. RSS പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ല. ഈ വിഷയത്തിൽ CPIക്കുള്ളത് ഉറച്ച നിലപാടാണ്. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവമുള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം. നിലമ്പൂർ MLA രക്ഷകനല്ല. യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ്. ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥതയില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് താൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതുകേട്ട് CPIയുടെയോ CPMന്റെയോ LDFന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല. CPIക്കും CPMനും വേറെ വേറെ വഴിയല്ല, ഒരേ വഴിയാണ്. അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണ്.
ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെയായിരിക്കാം, പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മാറ്റിയേ തീരുവെന്ന് CPI ഖണ്ഡിതമായി പറയുന്നു. എന്തുകൊണ്ട്? LDFന്റെ ഗവൺമെന്റാണത്. ഇടതുപക്ഷ മാനസികന്ന് ബോധ്യമുള്ള സർക്കാരാണ് LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണികളെ പറ്റി ബോധ്യമുണ്ടാകണം. വിഷയങ്ങൾ ഏതുമാകട്ടെ, നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം ഗൗരവമുള്ളതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം വേണമെന്നും CPI പറയും. പക്ഷേ പരിഹാരം ഇടതുപക്ഷ പരിഹാരമായിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ആകാൻ പാടില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തീർക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾക്കെല്ലാം CPIക്ക് ഖണ്ഡിതമായ അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ പോംവഴിയേ ഉള്ളൂ, വേറൊരു പോംവഴി പാടില്ല. ഉണ്ടായാൽ ഇടതുപക്ഷം അല്ലാതായി പോകും. E.T. ടൈസൺ MLA അധ്യക്ഷനായി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പതാക ഉയർത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, KG ശിവാനന്ദൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, കേരള ഫീഡ്സ് ചെയർമാൻ K. ശ്രീകുമാർ, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ, CPI ജില്ലാ കൌൺസിൽ അംഗം PV മോഹനൻ, PKയുടെ മകൾ ഡോക്ടർ ലസിത, സംഘാടക സമിതി ട്രഷറർ അഡ്വക്കേറ്റ് AD സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. ചേറ്റുവ ബുസ്താനുൽ ഉലും ഹയർ സെക്കൻഡറി മദ്രസയിൽ 27 വർഷം സേവനമനുഷ്ഠിച്ച KV അബ്ദുള്ളക്കോയ തങ്ങൾക്ക് മഹല്ല് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി ചേറ്റുവ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തക്കായിൽ, നൌഷാദ് കൊട്ടിലിങ്ങൽ, NM അബ്ദുൽ ജലീൽ, അബ്ദുറഫ് ബാഹവി എന്നിവർ സംസാരിച്ചു. ഷംസുൽ ഉലമ സ്മാരക തഹ്വീൽ ഖുറാൻ കോളേജിൽ നിന്നും ഖുറാൻ മനഃപ്പാഠമാക്കിയ സഹദ് സൈഫുദ്ദീൻ ചേറ്റുവയെയും മഹല്ല് കമ്മിറ്റി ആദരിച്ചു. ഏങ്ങണ്ടിയൂർ BLSന്റെ കിഡ്സ് BLS വിദ്യാർത്ഥികൾ ശ്രീനാരായണ അങ്കനവാടിയും പരിസരവും ശുചീകരിച്ചു. ഗാന്ധി ജയന്തിക്ക് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അംഗൻവാടി റോഡ്, BLS റോഡ്, ശ്രീനാരായണ സ്കൂൾ റോഡ് പരിസരങ്ങളിലെ പുല്ലുകളും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കി. കുരുന്നുകളോടൊപ്പം മുതിർന്ന ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് OK പ്രൈസൻ, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, ട്രഷറർ ഗിരീഷ് കളത്തിൽ, സത്യകാമൻ മാട്ടുമൽ, മണികണ്ഠൻ പ്രാപ്പനാടൻ എന്നിവർ നേതൃത്വം നൽകി. EMS സ്മാരക വായനശാല വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. പാറളം പഞ്ചായത്തിലെ 4 മുതൽ 8 വരെ വാർഡുകളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളിൽ SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ഉം ഡിഗ്രി, PG പരീക്ഷകളിൽ റാങ്ക് നേടിയവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വായനശാലയിൽ നേരിട്ടെത്തിയോ 9846078731 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ അറിയാവുന്നതാണ്. ചേർപ്പ് പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓത്തുകൊട്ട് യദുർവേദ യജ്ഞം ഒക്ടോബർ 9 രാവിലെ 9 അവസാനിക്കും. ആചാര്യ ദക്ഷിണയെ തുടർന്ന് നടക്കുന്ന സമാപന യോഗത്തിൽ വേദജ്ഞരെ ആദരിക്കും. യജ്ഞപ്രസാദമായ ഓത്തുകൊട്ടിന്റെ നെയ് ഭക്തജനങ്ങൾക്ക് അന്നു മുതൽ വിതരണം ചെയ്യുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ പ്രസാദ ഊട്ടുണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.